തൃശൂരിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ച 1 കോടി തിരിച്ചടയ്ക്കാൻ CPM നീക്കം. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ബാങ്ക് അധികൃതരുമായി ചർച്ച നടത്തി. ആദായ നികുതി വകുപ്പിനെ ബാങ്ക് അധികൃതർ വിവരം അറിയിച്ചു. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, ഏത് സാഹചര്യത്തിലാണ് CPM ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്? ലിബീഷ്, നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ഏപ്രിൽ 6-നാണ് ആദായ നികുതി വകുപ്പ് ഈ ബാങ്കിൽ പരിശോധന നടത്തുകയും ഈ MG റോഡ് ശാഖയിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MG റോഡ് ശാഖയിലെ CPM-ന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും അന്ന് 1 കോടി രൂപയാണ് ആവശ്യങ്ങൾക്കായി ഈ CPM പിൻവലിച്ചിരുന്നത്. ആ പൈസ ചിലവഴിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശവും നൽകിയിരുന്നു. വലിയ വിവാദങ്ങളൊക്കെ അതിനെ തുടർന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ആ പൈസ തിരിച്ചടയ്ക്കാം എന്നുള്ളൊരു നിയമോപദേശം CPM ജില്ലാ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. തിരിച്ചടച്ചാൽ ഈ ഫ്രീസിംഗ് അടക്കമുള്ള നടപടികൾ ഒഴിവാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് ഇപ്പോൾ ഈ പണം തിരികെ അടയ്ക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് CPM എത്തിയതെന്നാണ് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് അടക്കമുള്ളവർ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MG റോഡ് ശാഖയിൽ എത്തിയിട്ടുണ്ട്. അവിടെ ബാങ്ക് അധികൃതരുമായി സംസാരിച്ചു. അതിന് പുറമെ ഇപ്പോൾ IT വകുപ്പ്, ഇൻകം ടാക്സ് വിഭാഗവും ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുമായി ചർച്ച നടത്തുന്നു എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ആ പൈസ തിരിച്ചടയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അന്ന് ഈ 5 കോടി 10 ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നാണ് 1 കോടി രൂപ അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി പിൻവലിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെ ഈ കരുവന്നൂർ കേസും ഒക്കെ ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ED ഈ CPM അക്കൗണ്ടുകളുള്ള ബാങ്കുകളിലടക്കം നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് ഇത്തരത്തിലൊരു അക്കൗണ്ട് കണ്ടെത്തുന്നത്. പിന്നാലെ ഇക്കാര്യം ആദായ നികുതി വകുപ്പിനെ അറിയിച്ചു. ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുമ്പോൾ ഈ CPM-മായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളിലൊന്നും ഈ പറയുന്ന അക്കൗണ്ട് ഉൾപ്പെട്ടിട്ടില്ല, ഓഡിറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ അക്കൗണ്ടിൽ നടന്നിട്ടില്ല എന്നതടക്കം കണ്ടുപിടിച്ചു. അതേ തുടർന്നാണ് അക്കൗണ്ട് മരവിപ്പിച്ചത്. മാത്രമല്ല, എല്ലാ ഇടപാടുകളും മരവിപ്പിച്ചു. അതുകൂടാതെ ഈ പിൻവലിച്ച പണം ഒരു തരത്തിലും ചെലവഴിക്കരുതെന്നൊരു നിർദ്ദേശവും കൂടി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു നടപടിയാണ് അന്ന് ഇൻകം ടാക്സ് വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ആ പണം തിരികെ അടച്ച് പ്രശ്നത്തിൽ നിന്ന് തലയുരാനുള്ളൊരു ശ്രമത്തിലാണ് CPM. ലിബീഷ്. ശരി ആന്റണി, തൃശൂരിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ച 1 കോടി തിരിച്ചടയ്ക്കാനാണ് CPM-ന്റെ നീക്കം. വിവരങ്ങളാണ് ആന്റണി ജിസ് ജോർജ് നൽകിയത്.